നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 19ലേക്ക് പോവാം. സോലിബിലിറ്റി ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റ് മോളിക്കുലർ മാസ് M in water is W gram per 100 ml at 25 degrees Celsius. Its solubility product at 25 degrees Celsius will be approximately. നമ്മൾ സോലിബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇക്വിലിബ്രിയത്തിൽ ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. KSP ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് KSP ആണ്. സോലിബിലിറ്റി പ്രോഡക്റ്റ് സോലിബിലിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ സോലിബിലിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം. യൂണിറ്റ് ഓഫ് സോലിബിലിറ്റി മോൾ പെർ ലിറ്റർ ആണ്. മോൾ പെർ ലിറ്റർ ആണ്. ഇവിടെ 100 ml എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ ലിറ്ററിലാക്കണം. മോൾ കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് അല്ലേ. അപ്പോൾ സോലിബിലിറ്റി എങ്ങനെ കിട്ടും? ഗിവൺ മാസ് W gram ബൈ മോളിക്കുലർ മാസ് M ആണ്. അപ്പം മോൾസായി പെർ ലിറ്റർ ആണ്. ലിറ്ററല്ല, പെർ 100 ml ആണല്ലോ അവിടെ. അപ്പോൾ 100 ml നമ്മൾ ലിറ്റർ ആക്കുമ്പോൾ 10⁻⁻1 എന്ന് വരും. ആ 10 മുകളിലേക്ക് ചെല്ലുന്നു. ഇങ്ങനെ ഇരിക്കുന്നു സോലിബിലിറ്റി. അപ്പോൾ സോലിബിലിറ്റിക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മുടെ കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലേ പറഞ്ഞത്. ഫോസ്ഫേറ്റിൻ്റെ വാലൻസി 3 ആണ്. PO4 ടോയ്സ് ആണ്. ഇതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ്. അയാൾ ഡിസോസിയേറ്റ് ചെയ്യും. 3 മോളിക്കൂൾ കാൽഷ്യം 2+ഉം 2 എണ്ണം PO4 3- മാറും. PO4 3-. അപ്പോൾ ഇത് 3s ആണ്, ഇത് 2s ആണ്. എത്രയാണോ അതിൻ്റെ കോഎഫിഷ്യൻ്റ് അതനുസരിച്ചാണല്ലോ നമ്മൾ S എഴുതുന്നത്. 3sഉം 2sഉം. അപ്പം നമ്മളവിടെ KSP വാല്യൂ എഴുതുമ്പോൾ 3s ദ ഹോൾ ക്യൂബ് ഇൻറ്റു 2s ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 3ൻ്റെ ക്യൂബ് 9, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 3ൻ്റെ ക്യൂബ് 9 അല്ല, 27 ആണ്. അപ്പോൾ 27 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 27 ഇൻറ്റു 4 S⁵5 ആണ്. അപ്പം 108 ഇൻറ്റു S⁵5 ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നമുക്ക് ആ സോലിബിലിറ്റി അറിയാമല്ലോ. അപ്പോൾ നമുക്കിവിടെ നോക്കാം. KSP is equal to 108 ഇൻറ്റു S⁵5. അപ്പോൾ 108 ഇൻറ്റു നമുക്കറിയാം W/M ഇൻറ്റു ഇവിടെ ഒരു 10 ഉണ്ട്. S⁵5 എന്നങ്ങ് എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് മൊത്തത്തിൽ 1.08 ഇൻറ്റു 10⁷7 W/M എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷനിലേക്ക് വരും. ഇത് അപ്രോക്സിമറ്റ്ലി 1.08 നെഗ്ലിജിബിളി സ്മോൾ ആണ്. അപ്പോൾ 10⁷7 ഇൻറ്റു W/M എന്ന് പറഞ്ഞൊരു ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാം. KSP 1.08 സ്മോൾ നമ്പർ അല്ലേ. ഈസി ആൻസറിലേക്ക് എത്താം. ഒരു സംശയം വേണ്ട. ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. എന്ത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നേരിട്ട് എഴുതി ആൻസർ ചെയ്യുക. ഓക്കെ.